ഇയ്യോബിന്റെ രണ്ടാമത്തെ പരീക്ഷണം. ഒരു ദിവസം സ്വർഗസ്ഥർ വീണ്ടും ദൈവത്തിന്റെ മുമ്പാകെ വന്നു. എതിരാളി അവരോടൊപ്പം വന്നു. നീ എവിടെയായിരുന്നു? ദൈവം എതിരാളിയോട് ചോദിച്ചു. ഞാൻ ഭൂമിയിൽ ചുറ്റി നടന്നു, അതിൽ കയറിയും ഇറങ്ങിയും. എതിരാളി മറുപടി പറഞ്ഞു. നീ എന്റെ ദാസനായ ഇയ്യോബിനെ പരിഗണിച്ചോ? ദൈവം അവനോട് ചോദിച്ചു. ഭൂമിയിൽ അവനെപ്പോലെ ആരുമില്ല. അവൻ നിഷ്കളങ്കനും നേരുള്ളവനുമാണ്. അവൻ ദൈവത്തെ ഭയപ്പെടുകയും തിന്മയിൽ നിന്ന് അകന്നുമാറുകയും ചെയ്യുന്നു. നീ കാരണമില്ലാതെ അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവൻ ഇപ്പോഴും വിശ്വസ്തനാണ്. ത്വക്കിനു പകരം തൊലി. ആക്രമണകാരി മറുപടി പറഞ്ഞു. ഒരു മനുഷ്യൻ തന്റെ ജീവനുവേണ്ടി തനിക്കുള്ളതെല്ലാം നൽകും. നിങ്ങൾ അവന്റെ അസ്ഥിയെയും മാംസത്തെയും ആക്രമിച്ചാൽ അവൻ നിങ്ങളെ നിങ്ങളുടെ മുഖത്ത് നോക്കി ശപിക്കും. ശരി, ശരി, ദൈവം ആക്രമണകാരിയോട് പറഞ്ഞു. ഇയ്യോബ് നിങ്ങളുടെ കയ്യിലാണ്. അവന്റെ ജീവൻ മാത്രം രക്ഷിക്കുക. അക്രമി ദൈവത്തിൽ നിന്ന് അകന്നുപോയി ഇയ്യോബിന്റെ തല മുതൽ കാലുവരെ വേദനാജനകമായ പരിക്കളാൽ അവനെ ബാധിച്ചു. പിന്നെ ഒരു പൊട്ടിയ ഓടിന്റെ കഷണമെടുത്ത് ചാരത്തിലിരിക്കുമ്പോൾ അതുകൊണ്ട് സ്വയം ചൊറിഞ്ഞു. ഒരു ദിവസം ഇയ്യോബിന്റെ പുത്രന്മാരും പുത്രിമാരും അവരുടെ മൂത്ത സഹോദരന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദൂതൻ ഇയ്യോബിന്റെ അടുക്കൽ വന്നു പറഞ്ഞു. കാളകൾ ഉഴുതുമറിക്കുമ്പോഴും കഴുതകൾ അവയുടെ അരികൾ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ശെബായർ അവയെ പിടിച്ചുകൊണ്ടുപോയി. ദാസന്മാർ, നീ ഇപ്പോഴും വിശ്വസ്തത പുലർത്താൻ ശ്രമിക്കുകയാണോ? അവന്റെ ഭാര്യ ബി ചോദിച്ചു. ദൈവത്തെ ശപിച്ചു മരിക്കുക. ദൈവത്തെ ബഹുമാനിക്കാത്ത ലജ്ജയില്ലാത്ത സ്ത്രീകളിൽ ഒരാളെപ്പോലെയാണ് നീ സംസാരിച്ചത്. ഇയ്യോബ് അവളോട് ഉത്തരം പറഞ്ഞു. ദൈവത്തിൽ നിന്ന് നമുക്ക് നന്മ മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ, പക്ഷേ കഷ്ടത സ്വീകരിക്കരുത്. എല്ലാം ഉണ്ടായിട്ടും ഇയ്യോബ് പാപം ചെയ്യാൻ കാരണമാകുന്ന ഒന്നും പറഞ്ഞില്ല. 1. നിങ്ങളുടെ സമ്പത്തും കുടുംബവും ആരോഗ്യവും ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തു ചെയ്യും?